വലിയ വലിയ പീസായിട്ട് ഇട്ടുകൊണ്ട് സെറ്റായിട്ടുണ്ടാവും. പുതിയ കുറയിൽ ആദ്യത്തെ പുട്ട്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പുട്ട് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് പുറക്കേക്ക് വാങ്ങിച്ചിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. യൂസ് ചെയ്യാത്തതിന് കാരണം എന്ന് വെച്ചാൽ നമ്മളിതുവരെ പുട്ടുപൊടി വാങ്ങിച്ചിട്ടില്ല. കാരണം തേങ്ങ ഉണ്ടെങ്കിലേ പുട്ടുപൊടി വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഉമ്മഅടുത്ത് ഞാൻ തേങ്ങ വാങ്ങിച്ചാൽ തന്നെ അതെനിക്ക് കറിക്കോ അല്ലെങ്കിൽ നെയ്പ്പത്തിനോ ദോശക്കൊക്കെ അങ്ങനെ പോവും. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ എന്താക്കി, പുട്ടുപൊടി വാങ്ങിച്ച് മറ്റേ തേങ്ങയും വാങ്ങിച്ച് പുട്ടുവിടാന്നില്ല ഒരു പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. അപ്പം നമ്മൾ പുതിയ പുറക്കിലെ ആദ്യത്തെ പുട്ട് ചുടലാണ്. അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പുട്ട് ചുടാൻ പോകുന്നത് കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം പൊടിയൊക്കെ കുഴക്കാം കേട്ടോ. അപ്പോൾ അജ്മിൻ്റെ പുട്ടുപൊടിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉമ്മ പുട്ടുപൊടിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അജ്മിൻ്റെ പുട്ടുപൊടി വാങ്ങിച്ചു എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് ആദ്യം കുഴക്കാം. അപ്പോൾ ഞാൻ 1/2 കിലോൻ്റെ പാക്കറ്റാണ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഉമ്മാനെ ചോദിച്ചപ്പോൾ ഉമ്മാറിന് 1/2 കിലോൻ്റെ ആണെങ്കിൽ അതിൻ്റെ പകുതി ഇട്ടാൽ നിങ്ങൾ 3 നാളിലും അത്ര ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പൊടി നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഓക്കേ. അപ്പോൾ അതിൽ ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് വെക്കാൻ വേണ്ടി പോകുന്നത്. എനിക്കിതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ. പിന്നെ ഞാൻ പൊടി കുറച്ച് ഇട്ടില്ലെങ്കിലും വെള്ളം കൂട്ടി കുഴക്കുന്ന സമയത്ത് പൊടി അധികമായ പോലെ പൊടി കുറച്ച് ക്വാണ്ടിറ്റി കൂടിയ പോലെ തോന്നി. പൊടി അങ്ങനെ തന്നെയാണോന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ കുഴച്ച് വെച്ചതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. കമോൺ ഗായ്സ്. അപ്പം പൊടിയൊന്ന് പുട്ടിൻ്റെ മണമൊക്കെ വന്നിട്ടുണ്ട്. കുഴച്ച് വെച്ചതൊക്കെ മണക്ക് നല്ല രസമുണ്ട്. നമുക്ക് ഉണ്ടാക്കി നോക്കിയാൽ ഇതിൻ്റെ കഥ അറിയാം കേട്ടോ. ഓക്കെ. എനിക്കൊന്ന് കൈ കഴുകിയിട്ട് വരാം. അപ്പോൾ ഇനി വെള്ളം തിളച്ച് കുറ്റിയും കൂടി എല്ലാം ചൂടായിട്ടാണോ പൊടിയിടേണ്ടത്, എങ്ങനെയാണ് ഇടേണ്ടതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ മഴ ചോദിച്ചിട്ടും ഉണ്ടായിട്ടില്ല. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് തേങ്ങയിടാം, പൊടിയിടാം അങ്ങനെ ഇട്ട് നമുക്ക് നോക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ കുറ്റിക്ക് ഒരു എന്തെന്ന് പറഞ്ഞ് കൊലോ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ പുട്ടിനെ തള്ളി ഇറക്കാൻ വേണ്ടിയിട്ട് വടിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം നമ്മുടെ പുട്ട് എപ്പടി ഇരിക്കുമെന്ന്. ഓക്കെ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ശരിയാവോ ഇല്ലോ ഒന്നും അറിയില്ല. ഓക്കെ. ഏതായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം അല്ലേ, എല്ലാം ട്രൈ ചെയ്ത് നോക്കണ്ടേ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് പാനിൻ്റെ മേലെ കുറ്റി വെച്ചിട്ട് ആ കുറ്റിൻ്റെ ഉള്ളത്തെ കഴുകിയ വെള്ളം ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് ചൂട് കൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാനൊന്നും കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് കുറ്റിയിലേക്ക് നമ്മളെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. തേങ്ങയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തേങ്ങ ഇടാൻ വേണ്ടി പോകുന്നുണ്ട്. ബിസ്മയും കൂട്ടിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.
ഞാനിത് പുട്ടിനെ കുറ്റിയിൽ നിന്നും ഇറക്കാനുള്ള ഒരു പുറപ്പെടലാണ് കേട്ടോ. അപ്പോൾ ശരിയായോ ഇല്ലയോ ഒന്നും അറിയില്ല. പുട്ടിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഏതായാലും തുറന്നിട്ട് ഒന്ന് എടുത്ത് നോക്കാം എന്തായി ഇതിൻ്റെ അവസ്ഥ എന്ന് അറിയണമല്ലോ ഗൈസ്. മണമൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ സെറ്റായില്ലോ എന്നറിയില്ല. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും ഓപ്പൺ ചെയ്യാം. ഞാൻ വേറെ എന്തോ വലിയ എക്സാം എഴുതുന്ന പോലെയാണ് ഗൈസ് ഇന്നെന്താ എൻ്റെ പുട്ട് ചുടൽ നടക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഏതായാലും നമ്മൾ ഇതിൻ്റെ കോല് കൊണ്ടൊന്ന് കുത്തി ഇറക്കി നോക്കാം, എങ്ങനെ ഇരിക്കും നോക്കാമല്ലോ. അപ്പോൾ ഇതാ ഞാൻ വളരെ പേടിയോട് കൂടിയിട്ടാണ് ഇത് ഇടുന്നത് കേട്ടോ. പൊട്ടിപ്പോലേന്ന് പറഞ്ഞിട്ടാണ് ഇടുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയണോ ഗൈസ്? ഞാനിതാ ഫ്ലാസ്കിലേക്ക് പുട്ടിട്ടതും അത് പൊട്ടിപ്പോയി കേട്ടോ. നല്ല പൊടിയായിപ്പോയി. അപ്പോൾ ഞാനത് എന്താണ് ആദ്യം എടുത്തിട്ട് പാനിയിലേക്ക് തന്നെ കുറ്റിയിലേക്ക് തന്നെ വെച്ചിട്ട് ഈ ഫ്ലാസ്കിലേക്ക് ഇട്ടത് നല്ല രീതിയിൽ പൊടിഞ്ഞ് പോയി. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് എന്താണ് കുറ്റിയിലേക്ക് തന്നെ ഇട്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എന്തോ അത്ര വലിയ ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഉപ്പൊന്നും തോന്നുന്നില്ല കേട്ടോ. ഉപ്പൊന്നും കാണുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇട്ട് അത് തിരിച്ച് അതിലേക്ക് തന്നെ ഇട്ട് അപ്പോൾ കുറച്ച് സമയം കൂടി വെച്ചിട്ടാണ്. അപ്പോൾ ഇനി ആദ്യം തുറന്ന് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പം അടുത്ത കഥ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. എന്തായെന്ന് നമുക്കറിയാം, സെറ്റായോ ഇല്ലോ എന്ന് അറിയണ്ടേ. അപ്പം ആദ്യം ഞാൻ ഇത് സാധനം എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിട്ടോ. രണ്ടാമത്തേൽ പെട്ടെന്ന് ഒന്നും വന്നില്ല. കയ്യിലേക്ക് കുറച്ച് ചൂടുവെള്ളം തെറിക്കുകയൊക്കെ ചെയ്ത് രണ്ടാമത്തെ എടുക്കലിൽ. ഞാനിത് വളരെ ആകാംക്ഷയോട് കുടിച്ച് രണ്ടാമത്തെ അല്ല, ആദ്യം ഇട്ടിട്ട് ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ ഇടുമ്പം തന്നെ ഇതെങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ടായിട്ടാ. ആകെ ബേജാറായി പോയി ഗൈസ്, എന്താണ് ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇക്കാക്ക് കത്തിന് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആയല്ലോ എന്ന് വിചാരിച്ചേട്ടാ. നമുക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്ക് അതിൻ്റേതായൊരു ഭംഗിയിൽ കൊടുക്കാനാണ് ഇഷ്ടം. പക്ഷെ ഇതിങ്ങനെ ആയിപ്പോയി. അപ്പം ഞാൻ ബാക്കിയും കൂടി കുത്തി ഇറക്കുകയാണ് ഗൈസ്. നമുക്ക് നോക്കാം ബാക്കിയുള്ളത് എങ്ങനെ വന്നു നോക്കി നോക്കാം. അപ്പം ഞാനിതാ ബാക്കി കൂടി ഒന്ന് കുത്തി ഇറക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ വന്നിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമത് ഞാനിതാ ഇങ്ങനെ ഇറക്കുമ്പോഴത്തേക്ക് അതും ഏകദേശം വീഴാറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതും പോയി. അപ്പം ഏറ്റവും അവസാനത്തെ കഷ്ണം കൂടി ഇട്ട് അത് മാത്രം എന്തോ ഭാഗ്യത്തിന് അത്ര വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ല. കാണാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും അടിപൊളിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്ന് എനിക്ക് സമാധാനമായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും മുകളിൽ കിടക്കുന്ന രണ്ടാമതും കൊണ്ട് ഇട്ടതായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പൊടിഞ്ഞു പോയെന്ന് തോന്നുന്നു. അപ്പം ലാസ്റ്റ് ഇറക്കിയത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിന്നു വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റത്തെ പുട്ടെന്ന് പറയുന്നത് കുറച്ചൊക്കെ കൊളായി, കുറച്ച് കുഴപ്പമില്ലാണ്ടായി, അങ്ങനെ ആയിട്ടാണ്. കാരണം ഏറ്റവും മുകളിലിരുന്നത് അങ്ങനെ അതൊന്ന് ഞാൻ രണ്ടാമത് എടുത്തിട്ടുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് ഇറക്കിയല്ലോ, എന്നിട്ട് ആദ്യം ഇട്ടതുകൊണ്ടാണോ ഫസ്റ്റ് മുകളിൽ കുറച്ച് പൊടിഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ ബാക്കിലൊക്കെ വന്നത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ വലിയ ഉപ്പാണില്ല. പക്ഷെ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കഴിച്ചിട്ട് പോയിട്ടാണ് ഒക്കെ പോയി. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇട്ടിട്ടുണ്ട്. അതാണെങ്കിൽ ഞാൻ നിൽക്കാണെങ്കിൽ കത്തിലടക്കാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായി. അപ്പോൾ എനിക്കാണെങ്കിൽ ആയോ എന്നില്ല ഇതിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് ഞാൻ കുറച്ച് പെട്ടെന്ന് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല ഏകദേശം എത്ര ടൈം വേണമെന്ന് അറിയില്ല. ഫസ്റ്റ് ഞാൻ വെള്ളം നല്ലോണം തിളച്ചിട്ടല്ല കേട്ടോ മേലെ കുറ്റി വെച്ചത്. കുറച്ചൊന്ന് തിളക്കാൻ ഇങ്ങനെ പോകുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ടായി. ഞാൻ അതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഗൈസ്. പക്ഷേ ബാക്കിൽ വന്നതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ച് ഉപ്പ് കുറഞ്ഞൊന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പുട്ട് ആദ്യമായിട്ടാണ് കുഴക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിട്ടില്ലെങ്കിലും വെള്ളം ഒഴിച്ച് കുഴക്കുന്ന സമയത്ത് അത് കുറച്ച് വലിപ്പം കൂടുന്നുണ്ട്. എന്തോ ഒക്കെ തോന്നി അങ്ങനെ. ഞാൻ ആദ്യമായിട്ടാണ് കുഴക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണെന്ന് അറിയില്ല. ഒരു സ്റ്റീലിൻ്റെ കുറ്റി എന്ന് പറയുന്നത് കുറച്ച് നേരിയ ടൈപ്പാണ്. പണ്ടത്തെ അലുമിനിയത്തിൻ്റെ കുറച്ച് നല്ല വീതിയുള്ളതാണ്. ഇത് കുറച്ച് അത്ര വീതിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര നമുക്ക് അതിലിടാനും പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ടത് ഇത് അടിയത്തത് മാത്രം കുറച്ച് ഹൈറ്റിൽ വന്നു. ഞാൻ ആദ്യം
പിന്നെ ബാക്കി കുറച്ച് ഹൈറ്റ് കുറഞ്ഞു പോയതുകൊണ്ടാണ് പഴനിടുമ്പോൾ തന്നെ പൊടിഞ്ഞതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനൊന്ന് ഒരു പഴം കൂട്ടി കഴിച്ച് നോക്കട്ടെ. ബാക്കി സെറ്റായിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഷെൻസ് എണീച്ചാൽ ബാക്കി എണ്ണ കുറച്ച് തിന്നേ തരാം. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ട് പഴം കൂട്ടി കഴിക്കാൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ അപ്പോൾ ഇതിൽ പഞ്ചസാര ഇടുന്നത് പണ്ട് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ പ്രഗ്നൻ്റ് ആയ പിന്നെ പഞ്ചസാര തിന്നുന്നുണ്ട്. വലിയ കുഴപ്പമില്ല കൈസ്. പൊടിയാണൊക്കെ ഉണ്ട് ബന്ധിട്ട് നോ ഡൗട്ട് ഒക്കെ തിന്നിട്ട് പോവുകയും ചെയ്തു. ഒന്നും പറഞ്ഞിട്ടുമില്ല. അങ്ങനെയല്ല കൈസ്, ശരിയായിട്ടില്ല ഇത്. പാവം തിന്നിട്ട് പോയി, ഒന്നും പറഞ്ഞില്ല. ഒക്കെ ഫോൺ നോക്കിക്കൊണ്ടാണ് തോന്നുന്നത്. അപ്പം മനസ്സിലാകാണ്ട് അങ്ങനെ തിന്നു പോയെന്ന് തോന്നുന്നു. നമുക്ക് പഴം കൂട്ടി നോക്കാം. കാരണം ഇതിനുള്ളിൽ വെന്തോ ഇല്ല എന്നൊക്കെ തിരിയുന്നില്ല കേട്ടോ. അത്ര വലിയ ശരിയായിട്ടില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പും കൂടി ഒന്ന് നോക്കാം. ഞാൻ പൊടി കുഴക്കുമ്പോൾ വെള്ളം കുറഞ്ഞോ കൂടിയോ, എന്തായാലും കൂടിയിട്ടില്ല. കുറഞ്ഞു പോയെങ്കിലായി. പഴം കൂട്ടി കഴിക്കുമ്പോൾ അങ്ങനെ ഉണ്ട് നോക്കാം. കുറച്ച് മനസ്സായി. പഴം കൂടെ കഴിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പറഞ്ഞങ്ങനെ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത്ര പോരാ. അപ്പോൾ നമുക്ക് ഇതാ രണ്ടാമത്തെ സ്റ്റെപ്പും കൂടി അങ്ങനെ എന്ത് നോക്കാം. അത് അന്നേരം കാണിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഉമ്മ വന്നിട്ടുണ്ടായി. അപ്പോൾ വെള്ളത്തിന് കുറവാന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇത് കുഴക്കുന്ന സമയത്ത് കുറച്ചും കൂടി ചണ്ടി പോലെ വെള്ളം പോലെ വേണമെന്ന് പറഞ്ഞു. വെള്ളത്തിൻ്റെ ഒരു തണുപ്പ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ പെട്ടതിൽ ഞാൻ ഇപ്പോൾ രണ്ടാമത് പൊടിയിട്ട് ഞാൻ കുഴച്ചിട്ടുണ്ടായി. അതാണ് പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇതിലൊഴിച്ചതിനേക്കാളും കുറച്ച് വെള്ളം അധികം ഒഴിച്ചു ഞാൻ. അപ്പോൾ നോക്കാം. പിന്നെ പുട്ട് ബാക്കിയാവുമെന്ന് അറിയില്ല. ബാക്കിത്തിന് ബാക്കിയാണെന്ന് വെച്ചാൽ എന്താ ഞാൻ ഇത് കഴിച്ചാൽ ഇപ്പോൾ അത് ഞാൻ കഴിക്കുമെന്ന് അറിയില്ല കേട്ടോ. നോക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിശക്കുമ്പോൾ ചിലപ്പോൾ എടുത്ത് കഴിക്കുമായിരിക്കും ഞാൻ. അപ്പോൾ പക്ഷേ പുട്ട് ബാക്കിയാൽ ചില ശരിക്കും ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പം ഇറച്ചി കറിൻ്റെ കൂടെ പുട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് രാത്രി അങ്ങനെ പുട്ട് ബാക്കി ഉണ്ടെങ്കിൽ രാത്രി കഴിക്കാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ബീഫിൻ്റെ പണിയെടുക്കാം. അപ്പോൾ പിന്നെ രാത്രി എത്രയല്ല പണി ഉണ്ടാവില്ലല്ലോ. അതൊന്നും കാണിക്കുന്നില്ല. ഇന്ന് പുട്ടിൻ്റെ ഒരു വീഡിയോ കേട്ടോ. പുട്ട് മേക്കിങ് ചീറ്റിപ്പോയി. അപ്പോൾ ഷെൻസ് ഉറങ്ങി എണീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാറിന് അത് ഇപ്പോഴേ തുറക്കേണ്ട അവൾ എണീച്ച് കഴിഞ്ഞാൽ വയ്യ തുറന്നാൽ മതി, അന്നേരം തുറന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ നമുക്ക് ഏതായാലും തുറക്കാം. അവൾ എണീച്ച് നമുക്ക് ഇത് സെറ്റായോ ഇല്ലയോ എന്ന് കാണാം കേട്ടോ. ഓക്കെ. കറക്റ്റ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നേരത്തെ കുറച്ചൊരു ഒരു പൊടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ ഫുഡിന് വേണ്ടി കത്തിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താക്കി പെട്ടെന്ന് എടുക്കുകയും ചെയ്ത്. അപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇടാനുണ്ട്. അപ്പോൾ എന്തായാലും ഇട്ടേക്കാം. ഇത് രാത്രി ബീഫ് കറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. അപ്പോൾ ഇതെന്തായാലും സെറ്റായി. അപ്പോൾ നമുക്ക് ചെന്തുവിന് കഴിക്കാൻ കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പുട്ടിൻ്റെ വീഡിയോ ഇത്രയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ പുട്ട് രണ്ടാമത്തെ പുട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ക്ഷമയുണ്ടെങ്കിൽ എല്ലാം നേരെയാവും. അപ്പോൾ നേരത്തെ കുറച്ച് ക്ഷമ കുറവായിരുന്നു ആദ്യത്തെ സെറ്റിട്ടപ്പോൾ, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അപ്പോൾ എത്രയാണ് നമ്മുടെ ഇന്നത്തെ പുട്ട് വീഡിയോ ഗൈസ്. നമ്മൾ പുതിയ കുറയിൽ ആദ്യത്തെ പുട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയതിന് ബൈ.